ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ആരെങ്കിലും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? എൻ്റെ ഡിഷ് ഉണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കനാണ്. ചിക്കൻ കുരുമുളക് 1/4 കപ്പ്, ഗരം മസാല 1/4 കപ്പ്, ജീരകം 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല പനി വരുമ്പോൾ ചിക്കൻ കഴിക്കുന്നത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്നാൽ നമുക്കിന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. നല്ല പനിയാകുമ്പോഴാണ് നമുക്കിതെല്ലാം കോൾഡ് വരുമ്പോഴോ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അത് പൊടിച്ചൊരു ഭാഗത്തിരിക്കട്ടെ. എന്നിട്ട് പാൻ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കണം. 3 കപ്പോളം സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അന്ന് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ. ആ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ കാണിച്ചു തന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയത്? അത് തന്നെ. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ട് ഈ സവാള ഒന്ന് വാടി കഴിയുമ്പോൾ അതിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകേണ്ട വിധമൊക്കെ ഞാൻ നാൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ കണ്ടില്ലേ? അപ്പോൾ അതേപോലെ കഴുകി വെച്ചിട്ടുണ്ട്. 2 കിലോളം ചിക്കനുണ്ട്. ശരിക്കും വേണ്ടത് എന്താ? നാടൻ ചിക്കനാണ് വേണ്ടത്. അപ്പോൾ അതെന്താ ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെ അപ്പോൾ അവരുടെ വീട്ടിൽ കൊറോണ വന്നു. അപ്പോൾ എല്ലാവരും 4 പേർക്കും കൊറോണ വന്നു. കൊറോണ വന്നതിന് ശേഷം ഞാൻ മാറിയതിന് ശേഷം കാണാൻ പോയപ്പോൾ അവർക്ക് ഒരു ക്ഷീണവും കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കഴിച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നാടൻ ചിക്കൻ മേടിച്ച് കുരുമുളക് ഇട്ടിട്ട് നല്ലപോലെ കുരുമുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിച്ചു. അതാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. അതാണ് ഞങ്ങളെ ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് മാറിയെന്ന് പറഞ്ഞു അവർ. അപ്പോൾ എന്തുമാത്രം പക്ഷേ എന്തായാലും ബോഡിക്ക് നല്ലതാണ് അത്. അപ്പോൾ ദേ സവാള വാടി അപ്പോൾ ഏകദേശം ആയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കൂടണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാടിക്കോട്ടെ. അപ്പോൾ ഞാൻ കളറൊക്കെ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കി ഇരിക്കട്ടോ, എന്നാലേ മനസ്സിലാവുക കേട്ടോ. അപ്പോൾ വല്ലാണ്ട് മൊരിയും വേണ്ട, എന്നാൽ വല്ലാണ്ട് പച്ചയാവാനും പാടില്ല. ഈ കളറ് ആവണം കേട്ടോ. ഇത് വളരെ പഴക്കം ചെന്ന ഒരു റെസിപ്പിയാണത്. വളരെ മുന്നേ തന്നെ ഞാനിത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാര്യമായത് ഒന്നും ചേർക്കണമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ മഞ്ഞളിട്ടു. മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല മഞ്ഞൾ. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചില്ലേ നേരത്തെ നമ്മൾ, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില വേണം. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്കാണ് കിട്ടോട്ടെ. അപ്പോൾ അതേ കറിവേപ്പില ഞാനെടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഞാനിതിലേക്ക് ഇടാട്ടോ. കഴുകി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മാതിരി സൂക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇട്ടത് കേട്ടോ. അതെ, അപ്പോൾ അതിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. അപ്പോൾ നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ബ്രോയിലർ കോഴിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ആർക്കും കഴിക്കാം. അതായത് പനി വരുമ്പോൾ സാധാരണ ഹെവി ഫുഡ്സൊന്നും കഴിക്കില്ല, വളരെ ലൈറ്റായ ഫുഡാണ് കഴിക്കുക. പക്ഷേ പനിക്ക് കഴിക്കാൻ പറ്റിയ ചിക്കനാണത്. അപ്പോൾ ഇത് പനി വരുമ്പോൾ ഉടനെ തന്നെ ഇതുണ്ടാക്കുക, എന്നിട്ട് കഴിക്കാം കേട്ടോ. നല്ല കുറച്ചുകൂടെ കുരുമുളകൊക്കെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ഒരു എരിവൊക്കെ കിട്ടും, തൊണ്ടയ്ക്ക് ഉണ്ട്, നല്ല ക്ലിയർ ആവും. ജീരകം ഉണ്ടല്ലോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട്
വേവട്ടെ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട്, വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുക്കണ്ട ബ്രോയിലർ കോഴിയാണെങ്കിൽ. അപ്പോൾ അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവും. ഇതിൻ്റെ ഇരട്ടി സമയം വേണം നാടൻ കോഴി വേവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ബ്രോയിലർ കോഴിയാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കി, വെള്ളം വറ്റിയിട്ടൊന്നുമില്ല. ദേ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഓരോ സ്റ്റേജ് വരുമ്പോഴും അതിൻ്റെ കളർ മാറണമെന്ന് ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് കാണാൻ പോണത്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഒന്നും കൂടെ തുറന്നു നോക്കി. അപ്പോൾ അതേ ഈ രൂപമായിട്ടുണ്ട്, കണ്ടില്ലേ? തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഇനി വറ്റിയിട്ടില്ല. വെള്ളത്തിൻ്റെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ശരിക്കും ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈ ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളതുണ്ടാവും, അതുപോലെ ദൂരത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഇപ്പോൾ 2-3 ദിവസമൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ഇതിനെടുത്തിട്ട് പതുക്കെ ഉരുളിയിലിടാം. കട്ടിയുള്ള ഉരുളിയിലിട്ടിട്ട് നല്ല ചട്ടകം വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി വരുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ശരിക്കും ഇതുമലെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നല്ല മാതിരി ഇതായിട്ട് നല്ല കളറ് ബ്ലാക്ക് കളറാവും. ആ ചിക്കനാണ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് അത്. പക്ഷേ ഞാൻ അതിലേക്ക് ആക്കില്ല, കാരണം ഒരു ഗ്രേവിയോട് കഴിക്കുന്നതാണ്. ഈ പനി വരുമ്പോഴൊക്കെ നല്ലത് അങ്ങനെയാണ് കേട്ടോ. അതല്ല, സൂക്ഷിച്ച് നമ്മൾ കുറച്ച് ദിവസത്തിന് വരട്ടി വയ്ക്കാമെന്ന് പറയും, അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെ, ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെയിം തന്നെ, ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു മാറ്റവും ഇതിനില്ല. കുറച്ചധികം നേരം നമ്മൾ വരട്ടിയെടുക്കും, അത്ര തന്നെ വ്യത്യാസം കേട്ടോ. അപ്പോൾ അതേ പിന്നത്തെ പ്രാവശ്യം ഞാൻ തുറന്നു, ഓരോ കളർ നോക്കി കളർ കുറച്ച് മാറി തുടങ്ങി. ഇനി ലാസ്റ്റ് കളറ് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി. അപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണ്ടിയിട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞില്ലേ, ഇനി ചപ്പാത്തിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കേണ്ട രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ മണം ശരിക്കും നമ്മൾ ഇതെല്ലാം ശ്വസിച്ചാൽ മതി, നമ്മളെ കോൾഡൊക്കെ മാറി. അപ്പം ഇത് കണ്ട നല്ല മാതിരി തിളക്കുന്നത്, നല്ല മണമുണ്ട്, ഒക്കെ ഉണ്ട്. കളർ മാറി കണ്ട, ബ്ലാക്ക് കളറായി കണ്ട, നല്ല കറുപ്പ് കളറിൽ. ഇതൊന്ന് ഇളക്കി, എന്താ പറയുക, ഇതിൻ്റെ മണം ഭയങ്കര മണം കേട്ടോ. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, നല്ല മണമായിട്ടിരിക്കും. വെറുതെ പറയണമെന്നല്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഒരു പ്രാവശ്യം ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ, വേറെ ഒന്നും നോക്കില്ല. നമ്മൾ നാടൻ ഡിഷാണ് ഇത്. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളെ പൂർവികരൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിൻ്റെ കളറും അതിൻ്റെ മണവും ഒക്കെ നോക്കിക്കേ. ഇത് ശരിക്കും ഈ മൺകലത്തിലൊക്കെ ഇട്ട് അവർ വരട്ടി ഇങ്ങനെ എടുക്കും, കട്ടിയുള്ള പാത്രത്തിൽ. റെഡിയായി കണ്ട, ഇതാണ് അതിൻ്റെ രൂപം. ഇപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ചാറൊക്കെ ഇതുപോലെ പിടിച്ചു ശരിക്കും ഒരു കോട്ടിങ് വന്നു, കണ്ടില്ലേ? ചിക്കനൊക്കെ കഴിച്ച് ഞാനൊന്ന് നടക്കാനിറങ്ങി പുറത്തേക്ക്. അപ്പോഴത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ പക്ഷേ ഒരബദ്ധം പറ്റി, നടന്ന് ഇരുട്ടായത് അറിഞ്ഞില്ല. പിന്നെ ഓടേണ്ടി വന്നു, നടത്തം മാറ്റി ഞാൻ ഓടേണ്ടി വന്നു ലാസ്റ്റ്. കാരണം സൺസെറ്റൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് സൺസെറ്റ് ശരിക്കും ആസ്വദിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നതിലേക്ക് ഇങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നടന്നിട്ട് നോക്കിയപ്പോൾ നല്ല കളർ വന്നു. അപ്പോൾ അതെ ഇങ്ങനെ എടുത്ത് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.